ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിനടുത്തായി നിരവധി ചെറിയ കടകളുണ്ട്. ചായക്കടകൾ, ചിന്തിക്കടകൾ, പിന്നെ പ്രശസ്തമായ കുത്താമ്പള്ളി കൈത്തറികൾ വിൽക്കുന്ന ചെറിയ ഷോപ്പുകൾ ഒക്കെ നമുക്കിവിടെ കാണാം. ഈ കാണുന്ന പ്രവേശന കവാടം കടന്ന് ആ വഴിയിലൂടെ കുറച്ച് സഞ്ചരിച്ച് വേണം നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ. തൃശ്ശൂർ ജില്ലയിൽ തലപ്പള്ളി താലൂക്കിൽ തിരുവില്ലാമലയിൽ സ്ഥിതി ചെയ്യുന്ന ചിരപുരാതനമായ ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രം. അതിൻ്റെ വിശേഷങ്ങളിലേക്ക്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സഹായിക്കുമല്ലോ. കിഴക്കോട്ടും പടിഞ്ഞാറുമായി 2 ശ്രീകോവിലുകളാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. അത് ഇതിൻ്റെ എടുത്തു പറയത്തക്ക പ്രത്യേകതകളാണ്. കിഴക്കോട്ട് ദർശനമായി ശ്രീ ലക്ഷ്മണസ്വാമിയും പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീ രാമസ്വാമിയും വാഴുന്നു. ഇവരുടെ ദാസനായ ശ്രീ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യവും നമുക്കിവിടെ കാണാം. അത് ഒരു സരസ്വതി മണ്ഡപമാണ്. അവിടെ മണലിൽ കുട്ടികൾ ഹരിശ്രീ കുറിക്കുകയും ചെറിയ ചീളുകൾ പെറുക്കി വീടിൻ്റെ മാതൃക നിർമ്മിക്കുകയും ചെയ്യുന്നു. അതൊരു വഴിപാടായി ആചരിച്ചു പോരുന്നു. കൂടാതെ മഹാഗണപതി, ധർമ്മശാസ്താവ്, ശ്രീ മഹാദേവൻ, ശ്രീ പാർവതീദേവി, നാഗദൈവങ്ങൾ, ശ്രീ ഗുരുവായൂരപ്പൻ എന്നീ ദേവതകൾക്കും ഇവിടെ ഉപക്ഷേത്രങ്ങളുണ്ട്. ശ്രീരാമലക്ഷ്മണന്മാർക്ക് തുല്യ പ്രധാനമുള്ളതിനാൽ 2 ദേവതകൾക്കും പ്രത്യേകം തന്ത്രിമാരും ശാന്തിക്കാരും ഇവിടെയുണ്ട്. കുംഭമാസത്തിൽ കറുത്തപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം. കൂടാതെ കന്നിമാസത്തെ മുപ്പട്ട്, നിറമാല എന്നിവ അതിവിശേഷമാണ്. ശ്രീരാമനവമി, ഹനുമാൻ ജയന്തി, ശിവരാത്രി, മണ്ഡലകാലം എന്നിവ ഇവിടെ ആഘോഷിച്ചു വരുന്നു. നിരവധി കുന്നുകളും മലകളും പാടങ്ങളും കുളങ്ങളും കൊണ്ട് നിറഞ്ഞ ശാന്തസുന്ദരമായ ഒരു പ്രദേശമാണിത്. ഈ മനോഹരമായ ഗ്രാമത്തിൻ്റെ മാറ്റുകൂട്ടി ഐശ്വര്യത്തോടുകൂടി നിലകൊള്ളുന്നു ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രം. ആ കാണുന്ന വലിയൊരു ആലാണ്. അതിൻ്റെ പ്രത്യേകത അതൊരു വലിയ പാറയുടെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. മണ്ണ് ഒട്ടും തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല.
കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയായ ഭാരതപ്പുഴ ഇതിന് കുറച്ച് മാറി ഒഴുകുന്നു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരാമക്ഷേത്രങ്ങളിലൊന്നും ഭാരതത്തിലെ അപൂർവം ലക്ഷ്മണ ക്ഷേത്രങ്ങളിലൊന്നുമാണിത്. ആ കാണുന്ന വഴിയാണ് പുനർജനി ഗുഹയിലേക്കുള്ള വഴി. ഇവിടെ ഒരു മലയുണ്ടായിരുന്നെന്നും കാലാന്തരത്തിൽ വിള്ളലുകൾ ഉണ്ടായി ചെറിയ മലകൾ രൂപപ്പെട്ടുവെന്നും വിശ്വസിക്കപ്പെടുന്നു. വിണ്ട മലയാണ് വലിയ മലയായതെന്നും വിശ്വസിക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ഇവിടുത്തെ പുനർജനി ഗുഹ. ക്ഷേത്രത്തിൽ നിന്നും തെക്കു കിഴക്കു മാറി ഏകദേശം 2 കിലോമീറ്റർ അകലെയായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഇതിലൂടെ അപ്പുറത്ത് കടക്കുക എന്നത് ശ്രമകരമാണ്. ദേവശില്പിയായ വിശ്വകർമാവ് പരശുരാമൻ്റെ ആജ്ഞപ്രകാരം നിർമ്മിച്ചതാണിതെന്ന് ഐതിഹ്യം സാക്ഷ്യപ്പെടുത്തുന്നു. ആ കാണുന്ന നട ഇറങ്ങി വേണം ശ്രീ കുണ്ടിൽ അയ്യപ്പൻ ക്ഷേത്രത്തിലേക്കുള്ള വഴി. പ്രധാന ക്ഷേത്രത്തിൻ്റെ തെക്കുവശത്തായി ഏകദേശം 50 അടി താഴ്ചയിൽ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. അതിന് സമീപത്തായി ശിവനും പാർവതിയും കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നു. കുത്തനെയുള്ള ഈ നടകൾ ഇറങ്ങി വേണം അങ്ങോട്ട് പോകുവാൻ. തിരുവില്ലാമല എന്ന ഗ്രാമത്തിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൻ്റെ 50-ലധികം പടികൾ കയറി ചെല്ലുമ്പോൾ നമ്മളിൽ ഒരു പ്രത്യേക ചൈതന്യം നിറയുന്നതായി അനുഭവപ്പെടും. ഏതൊരു വിശ്വാസിയും ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രം സന്ദർശിക്കേണ്ടതാണ്.
വീണ്ടും നട കയറി മുകളിലേക്ക്. ഈ ക്ഷേത്രത്തിൻ്റെ അടിവശം ഒരു വലിയ ഗുഹയാണെന്നും അവിടെ ഒരു സ്വർണ്ണ വില്വാവൃക്ഷം ഉണ്ടെന്നും അതിനാൽ ഈ സ്ഥലം തിരുവില്വാമല എന്ന് അറിയപ്പെടാൻ തുടങ്ങിയെന്നും വിശ്വസിക്കുന്നു. പ്രധാന പ്രദക്ഷിണ വീഥികൾ മനോഹരമായ തറയോടുകൾ പാകി ഭംഗിയാക്കിയിരിക്കുന്നു. തൃശ്ശൂരിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. ഒറ്റപ്പാലമാണ് അടുത്ത റെയിൽവേ സ്റ്റേഷൻ. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 14 കിലോമീറ്റർ അകലെയാണ് ഈ മഹാക്ഷേത്രം കുടികൊള്ളുന്നത്. ഈ മഹാക്ഷേത്രത്തിലെ ചൈതന്യം നമ്മളിലേക്ക് പകർന്ന് പടികളിറങ്ങി മടക്കയാത്ര ആരംഭിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഉടൻ കണ്ടുമുട്ടാം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി.